ഇന്നത്തെ എവിക്ഷനിൽ ശൈത്യ പുറത്താകുമെന്ന് 100% കൺഫേമായി. ശൈത്യയുടെ കണ്ണുകൾ നിറഞ്ഞു. ശൈത്യ പോകാൻ റെഡിയായി നിൽക്കുകയാണ്. പക്ഷേ നോ എവിക്ഷൻ എന്നുള്ള ആ കാർഡ് ലാലേട്ടൻ കാണിച്ചു. അത് കണ്ടപ്പോഴേക്കും ശൈത്യയ്ക്ക് വീണ്ടും പ്രാണവായു തിരിച്ചു കിട്ടിയതുപോലെയായിരുന്നു. എന്നാൽ ഇതേ സമയത്ത് തന്നെ കണ്ടുകൊണ്ടിരുന്ന മറ്റൊരു കാഴ്ചയുണ്ടായിരുന്നു. ശൈത്യ ഡേഞ്ചർ സോണിലേക്ക് പോകുന്നു. ശൈത്യയുടെ മുൻപിൽ ബിഗ് ബോസിന് പുറത്തേക്കുള്ള വാതിൽ തുറക്കപ്പെടുന്നു എന്നുള്ള ചിന്തയിൽ അനുമോളുടെ ഹൃദയം ഇടിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഇപ്പോൾ വിങ്ങിപ്പൊട്ടും എന്ന രീതിയിൽ അനുമോൾ ഇങ്ങനെ പകച്ചു നിൽക്കുകയാണ്. ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, എന്താ ഞങ്ങൾ ചെയ്യേണ്ടത്? വേണ്ട ലാലേട്ട, വിടണ്ട എന്ന് ആദ്യം വിളിച്ചു പറയുന്നത് അനുമോളാണ്. ഇന്നത്തെ എവിക്ഷനിൽ ശൈത്യ പുറത്തു പോയിരുന്നെങ്കിൽ ശരിക്കും അനുമോളെ സംബന്ധിച്ച് അതൊരു വലിയ ഷോക്ക് തന്നെയായിരിക്കും. കാരണം ഈ വലിയ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായപ്പോൾ തനിക്ക് തല ചായ്ക്കാൻ ഒരിടമുള്ളതുപോലെ തോന്നിയത് അത് ശൈത്യയുടെ തോളിലായിരുന്നു. തന്നെ കേൾക്കുവാൻ ആരോ ഉണ്ട് എന്ന് താൻ കരുതിയത് ശൈത്യയെക്കുറിച്ചായിരുന്നു. എന്നാൽ ശൈത്യ വീട് വിട്ടു പോകും എന്ന് തോന്നിയപ്പോൾ അനുമോളുടെ ഹൃദയം നിലയ്ക്കുന്നത് പോലൊരു അനുഭൂതിയിലേക്ക് താൻ പോയിട്ടുണ്ടാവും. പക്ഷേ ശൈത്യ രക്ഷപ്പെടുന്നു, അകത്തേക്ക് കയറുന്നു. തുടർന്ന് ഇരുവരും തമ്മിൽ സംസാരിക്കുമ്പോൾ ശൈത്യ അനുമോളോട് പറയുന്നൊരു കാര്യമുണ്ട്. ഇനിയിപ്പോൾ ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഉപദേശിക്കാൻ വരും, ഞാൻ നിന്റെ കൂടെ നടക്കരുതെന്ന്. ഇത് കേൾക്കുമ്പോൾ തന്നെ അനുമോള് പറയുകയാണ്, ഓക്കെ സാരമില്ല, അവർക്ക് പറയുന്നത് കേട്ടിട്ട് നിനക്ക് ഇഷ്ടമുള്ളതുപോലെ നീ ചെയ്യും. പെട്ടെന്ന് ശൈത്യ, പിന്നെ എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാൻ. ഓക്കെ, നീ എല്ലാവരുടെയും കൂടെ നിന്നോ. ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ, ഇന്ന ആൾക്കാരോട് ക്ഷമിക്ക്, അപ്പാനിയോട് സഹകരിക്ക്, മിണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നോട് പറയാൻ വരരുത്. ബാക്കിയുള്ളതൊക്കെ നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം, ആരോട് വേണമെങ്കിലും നിനക്ക് സഹകരിക്കാം. ചിലരുടെയൊക്കെ സംസാരങ്ങൾ അതെൻ്റെ ഉള്ളിലേക്ക് കൊണ്ടു, അതെനിക്ക് ഒരിക്കലും പെട്ടെന്ന് അങ്ങോട്ട് മറക്കാൻ കഴിയില്ല. അനീഷേട്ടൻ പറഞ്ഞ ചില വാക്കുകളൊക്കെ എൻ്റെ ഉള്ളിൽ കൊണ്ടിരുന്നു, എനിക്ക് അസ്വസ്ഥതയുണ്ടായി. പക്ഷേ എനിക്കത് മറക്കാൻ പറ്റും, കാരണം പുള്ളിയുടെ ക്യാരക്ടർ അതാണ്. എന്നാൽ ഇവിടെ മറ്റു ചില ആൾക്കാരുണ്ട്, അവർ അഭിനയിക്കുന്നവരാണ്. അനീഷേട്ടൻ അഭിനയിക്കുന്നയാളല്ല. എന്നാൽ പലരും നമ്മുടെ കൂടെ നിന്ന് നമുക്ക് സ്നേഹം നൽകിയിട്ട് അപ്പുറത്തോട്ട് മാറി നമുക്ക് വേദന നൽകുകയും കൂടി ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ള ആൾക്കാരെ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അവരുടെ മുഖത്ത് നോക്കി ചിരിച്ചു വർത്തമാനം പറയാനും അവരെ സുഖിപ്പിച്ചു നിൽക്കുവാനും ഒന്നും എനിക്ക് പറ്റില്ല. എനിക്ക് അഭിനയിക്കാൻ അറിയില്ല. ഇതെല്ലാം കേട്ടുകൊണ്ട് ശൈത്യ മിണ്ടാതിരിക്കുകയും ഏകദേശം അതിനെ എഗ്രി ചെയ്യുന്ന രീതിയിൽ, ഞാൻ കൂടെയുണ്ട് എന്നുള്ള രീതിയിൽ തന്നെ മൗനമായി തൻ്റെ മുൻപിലിരിക്കുകയാണ്. എന്തെങ്കിലും എതിരഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ എന്തായാലും നല്ല സുഹൃത്തുക്കളല്ലേ, മുഖത്ത് നോക്കി പറയണമായിരുന്നു. അതാണ് നല്ല സൗഹൃദത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണം തന്നെ. എന്നാൽ അവിടെ മിണ്ടാതിരിക്കുന്നു. എന്നാൽ അല്പനിമിഷം കഴിഞ്ഞപ്പോൾ പിന്നെ കാണുന്ന ഒരു കാഴ്ച, സരിക വന്നിട്ട് വല വീശുകയാണ് ശൈത്യയുടെ മേൽ. എന്തിനാണ് വല വീശുന്നത്? അവരുടെ ഗ്രൂപ്പിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. അനുമോള് നെഗറ്റീവായി നിൽക്കുകയാണ്. അനുമോളുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നിനക്ക് പണി കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ തൻ്റെ മുൻപിൽ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു കേൾപ്പിക്കുന്നുണ്ട്. അങ്ങനെ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ശൈത്യ മറുകണ്ഠം ചാടുന്നൊരു കാഴ്ച കാണുന്നുണ്ട്. അനുമോളുടെ ഭാഗത്ത് കുറ്റമുണ്ട് എന്ന് സരികയോട് ശൈത്യ പറയുകയാണ്. സത്യത്തിൽ ഈ പിൻപിൽ നിന്ന് കുത്തുക എന്ന് പറയുന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ സംഭവിച്ചിരിക്കുന്നത്. എന്നിട്ട് ശൈത്യ പറയുകയാണ്, ഞാൻ അവളോട് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു, എന്തിനാണ് വെറുതെ വാശിയും പകയും ഒക്കെ ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് അവർക്ക് കൈ കൊടുക്ക്, അവരോട് സംസാരിക്കുക എന്ന് ഞാൻ പല ആവർത്തി അവരോട് പറഞ്ഞു നോക്കി. പക്ഷേ അവൾ അതിന് തയ്യാറാകുന്നില്ല. തുടർന്ന് സരിക പറയുകയാണ്, ഞങ്ങൾ ഇരിക്കുന്ന ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിൽ ഇതുവരെയും ആരെക്കുറിച്ചും യാതൊരു പരദൂഷണങ്ങളും നെഗറ്റീവും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ അവിടെ പോവുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ കാര്യം അപ്പാനിയോടും അക്ബറിനോടുമൊക്കെ സംസാരിച്ച് 1 മിനിറ്റ് അവിടെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ചിരിച്ചൂപ്പാട് വന്നു പോകും. അതിനപ്പുറത്ത് നെഗറ്റിവിറ്റി ഒന്നുമില്ലാത്തൊരു കൂട്ടം ആൾക്കാരാണ് അവർ. അതുകൊണ്ട് നീ ഇടയ്ക്കിടയ്ക്ക് അവിടെ വന്നിരിക്കുകയും അവരോട് സംസാരിക്കുകയും ചെയ്യണം. അനുമോളുടെ അടുത്ത് മാത്രം അധികം സമയം അങ്ങനെ ചിലവഴിക്കരുത്. ഉടനെ ശൈത്യ പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലായി, ഞാൻ വരാം, എനിക്ക് ഇഷ്ടമായിരുന്നു അവരെ, ഞാൻ അവിടെ ഉണ്ടായിരുന്നു, ഞാൻ നേരത്തെ അവിടെ പോയി ഇരിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു, ഇപ്പോഴാണ് ഇല്ലാത്തത് എന്ന് പറയുമ്പോൾ എന്താണ് ഇവർ ഇതിനകത്തൂടി ഉദ്ദേശിക്കുന്നത്? അനുമോളുടെ സ്വാധീനം കൊണ്ടാണ് താൻ ആ ഗ്രൂപ്പിനകത്തു നിന്നും വേർപിരിയേണ്ടി വന്നതെന്നല്ലേ? അനുമോൾ എന്തോ തന്നെ ആവശ്യമില്ലാത്തത് പറഞ്ഞ് മനസ്സിലാക്കി ബ്രെയിൻ വാഷ് ചെയ്ത് തന്നെ മറുകണ്ഠം ചാടിച്ചത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ അനുമോളുടെ കൂടെ ആയിരിക്കുന്നത്. എനിക്ക് താല്പര്യമാണ് നിങ്ങളുടെ ഗ്രൂപ്പ്, അവിടെ ഇരിക്കുവാൻ എനിക്ക് ഇഷ്ടമായിരുന്നു, പണ്ട് ഞാൻ അവിടെ വരുമായിരുന്നല്ലോ. ഇതെല്ലാം ശൈത്യ പറയുന്നുണ്ട് സരികയോട്. സത്യത്തിൽ ഇവിടെ ആരാണ് ഫേക്ക്? അനുമോളാണോ സരികയാണോ ഫേക്ക് ആയിരിക്കുന്നത്? ശൈത്യയ്ക്ക് അനുമോളുമായിട്ടുള്ള സൗഹൃദം അത് ആത്മാർത്ഥതയുള്ളതായിരുന്നുവെങ്കിൽ സരിക അനുമോൾക്കെതിരെ സംസാരിക്കുന്ന സമയത്ത് അത് അങ്ങനെയല്ല കേട്ടോ. നിങ്ങളുടെ തെറ്റിദ്ധാരണ കൊണ്ടാണ്. അവൾ ഇച്ചിരി ഇമോഷണലി വീക്കാണ്. നിങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ള പല വാക്കുകളും അവൾക്ക് മുറിവുണ്ടാക്കിയിട്ടുണ്ട്. അനുമോൾ എത്രയോ കാര്യങ്ങൾ ഇവരെക്കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്നു. ഇതിലേതെങ്കിലും എടുത്തിട്ട് അതിനെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുവാനും പ്രതിരോധിക്കുവാനും ശ്രമിക്കാമായിരുന്നല്ലോ.
അത് ചെയ്യാതെ സരികയ്ക്കൊപ്പം നിന്നുകൊണ്ട് അനുമോളുടെ കുറ്റങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഇവരെ ഒരിക്കലും ഒരു നല്ല ഫ്രണ്ടായിട്ട് കരുതാൻ പറ്റില്ല. അനുമോൾ ചതിക്കപ്പെടുകയാണ്. ഇനിയും അവർ അനുമോളുടെ കൂടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കാലുവാരൽ നല്ല ഭംഗിയായിട്ട് നടക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. എന്തുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ടി വരുന്നത്? അത് ആദ്യം തന്നെ അനുമോളുമായിട്ട് അവർ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ ഓരോരുത്തർ വന്നിട്ട് എന്നോട് പറയും നിന്റെ കൂടെ നടക്കരുത് എന്ന്. എന്താണ് അതിൻ്റെ കാരണം? നീ നെഗറ്റീവാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. നിന്റെ കൂടെ ഞാൻ നടന്നാൽ ഞാനും നെഗറ്റീവ് ആകും. ഇത്തരത്തിലുള്ള ചക്രവർത്തമാനമൊക്കെ അനുമോളുടെ മുഖത്ത് നോക്കി പറയുമ്പോൾ അനുമോൾ പറയുന്നുണ്ട്, നിനക്ക് ഇഷ്ടമുള്ളവരോട് സംസാരിച്ചോളൂ, നിനക്ക് ആരോട് വേണമെങ്കിലും സഹകരിക്കാം, പിന്നെ ഞാൻ തീരുമാനിച്ചോളാം എവിടെ പോകണമെന്ന്. ഇതൊക്കെ അവിടെ ഇരുന്ന് പറഞ്ഞിട്ട് 5 മിനിറ്റ് കഴിയുന്നതിന് മുൻപേ ഇപ്പുറത്ത് വന്നിട്ട് ഇമാതിരി നെറികേട് പറയണമെന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സും പറയുന്നൊരു കാര്യമുണ്ട്. അനുമോൾക്കൊപ്പം നിന്ന് കഴിഞ്ഞാൽ അടുത്ത ആഴ്ച ഉറപ്പായിട്ടും പുറത്തു പോകും. കാരണം അനുമോളെ ജനങ്ങൾ വെറുത്തിരിക്കുകയാണ്. ശൈത്യയുടേതായിട്ടുള്ള ഗെയിം കളിക്കാം, തീർച്ചയായിട്ടും അതിനുള്ള അനുവാദമുണ്ട്. ആരും അവരെ പിടിച്ചു വെക്കുന്നില്ല. അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ബിഹേവ് ചെയ്യാം, അവർക്ക് ഇഷ്ടമുള്ളതുപോലുള്ള ഗെയിം സ്ട്രാറ്റജിയും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവരാൻ പറ്റും. അതിനി വേണമെങ്കിൽ അനുമോൾക്കെതിരെ വേണമെങ്കിലും അത് ഉപയോഗിക്കാം. പക്ഷേ ഒരാൾ തെറ്റു പറയുമ്പോൾ, ശരിയല്ലാത്തൊരു കാര്യം പറയുന്ന സമയത്ത് അത് അങ്ങനെയല്ല, സത്യം മറ്റൊന്നാണ് എന്ന് പറഞ്ഞവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ള ഒരു ഉത്തരവാദിത്വമുണ്ട്. എന്തായാലും സരിക ഏകദേശം വിജയിച്ചിട്ടുണ്ട്. കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു, അത് കേട്ടു, അതെല്ലാം എഗ്രി ചെയ്തു. ഇനിയിപ്പോൾ അപ്പുറത്തെ ഗ്രൂപ്പിലേക്ക് പോകാം. ഇവിടെ ശൈത്യ പറയുന്നുണ്ട് ഒരു ന്യൂട്രലായിട്ട് നിൽക്കാം അല്ലേ, അപ്പുറത്തും നിൽക്കാം ഇപ്പുറത്തും നിൽക്കാം, ഓക്കെ ഞാൻ വരാം എന്നെല്ലാം പറഞ്ഞിട്ടാണ് സരികയുമായിട്ടുള്ള സംസാരം അവസാനിപ്പിക്കുന്നത്. പാവം അനുമോൾ ഇതൊന്നും അറിയുന്നില്ല കേട്ടോ. തൻ്റെ കൂടെ നടക്കുന്ന, താൻ വിശ്വസിക്കുന്ന തൻ്റെ ഉറ്റ കൂട്ടുകാരി അവർ ഫേക്കാണ് എന്നുള്ള കാര്യം മനസ്സിലാകാതെയാണ് ഇനി തോളിൽ കൈയിട്ട് നടക്കുവാൻ പോകുന്നത്. അവൾ തന്നെ പിൻപിൽ നിന്ന് കുത്തിയ വ്യക്തിയാണ് എന്നുള്ളത് അറിയാതെയാണ് ഇനി മുതൽ അനുമോൾ ശൈത്യയുടെ മുമ്പിൽ ഹൃദയം തുറന്ന് സംസാരിക്കാൻ പോകുന്നത്. ശൈത്യയുടെ ഈ നിലപാടുകളെക്കുറിച്ച് എന്താണ് പറയേണ്ടത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളുടെ ഏറ്റവും നല്ല ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കൂടെ നടക്കുന്ന ശൈത്യയേക്കാൾ ഫാർ ബെറ്റർ ആണ് കേട്ടോ ജിസൈൽ എന്ന് പറയുന്ന വ്യക്തി. ജിസൈൽ ഒരിക്കലും ഇങ്ങനെ കൂടെ നിന്നുകൊണ്ട് ബാക്ക് സ്റ്റാബ് ചെയ്യും എന്ന് ആർക്കും പറയാൻ പറ്റില്ല. കാരണം അല്ലറ ചില്ലറ ഉടായിപ്പും തട്ടിപ്പും തരികിടയും ഒക്കെ കയ്യിലുണ്ട്. കുറച്ച് എടുത്തടിച്ച് സംസാരിക്കും, റൂഡായിട്ട് പെരുമാറും. ഇതൊക്കെയാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള ചതിവും കൂടെ നിൽക്കുന്ന ആൾക്കാരെ വഞ്ചിക്കുന്ന പരിപാടിയും ഒന്നുമില്ല. അവർക്കെതിരെ ഒരു ഹിഡൻ അജണ്ടയുമായിട്ട് മുൻപോട്ട് പോവുകയും ഇവിടെ ഒന്ന് പറയുകയും അപ്പുറത്ത് പോയി മറ്റൊന്ന് പറയുകയും ചെയ്യുന്ന പരിപാടിയൊന്നും ജിസൈലിൽ നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ല. എന്നാൽ കൂടെ നിന്ന ശൈത്യ വിഷമായിരുന്നു എന്നുള്ളത് ശൈത്യയുടെ ഇടപാടുകളിൽ കൂടി, പെരുമാറ്റങ്ങളിൽ കൂടി, സംസാരത്തിൽ കൂടി ചുരുങ്ങിയ നിമിഷങ്ങൾ കൊണ്ട് വെളിപ്പെട്ടു വന്നിരിക്കുകയാണ്. അപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെയാണ് മുൻപോട്ട് നീങ്ങുന്നതെങ്കിൽ ഈ ആഴ്ച ഉറപ്പായിട്ടും ശൈത്യയും അനുമോളും തമ്മിൽ അടിച്ചു പിരിയുന്ന കാഴ്ച കാണേണ്ടി വരും. അതിനേക്കാൾ രസകരമായ മറ്റൊരു വസ്തുത, ശൈത്യ പുറത്തു പോകരുത്, അനുമോൾക്കൊപ്പം എപ്പോഴും ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പുറത്തു നിൽക്കുന്ന വലിയൊരു കൂട്ടം പ്രേക്ഷകർ വരുന്ന ആഴ്ചയിൽ സന്തോഷിക്കും ശൈത്യ ബിഗ് ബോസ് വീടിനോട് വിട പറഞ്ഞ് പുറത്തേക്ക് പോകുന്ന കാഴ്ച കണ്ടുകൊണ്ട്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. അതുവരേക്കും ബൈ.